കോഴിക്കോട്ടെ ഒരു കാഴ്ചയിലേക്ക് കൂടി പോയതിനു ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. കോഴിക്കോട്ടെ അമ്മത്തൊട്ടിൽ നിർമ്മാണം ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. ബീച്ച് ജനറൽ ആശുപത്രിയിലാണ് ഇലക്ട്രോണിക് അമ്മത്തൊട്ടിൽ ഒരുങ്ങുന്നത്. അതിന്റെ നിർമ്മാണം എന്തായി എന്ന് നമുക്ക് നോക്കാം. സിനോജ് തോമസ് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. സിനോജ് തോമസ്, ഗുഡ് ഈവനിങ്. അമ്മത്തൊട്ടിലിന്റെ പണിയൊക്കെ തീരാറായോ? പലയിടങ്ങളിലും പണിതിട്ടതിന്റെ പ്രവർത്തനം നിലച്ചത്, അത് പരിഹരിക്കുമെന്ന് ശിശുക്ഷേമ സമിതി ഇപ്പോൾ റിപ്പോർട്ടറിലൂടെ ഉറപ്പ് നൽകുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അവിടെ എന്തായി കാര്യങ്ങൾ കോഴിക്കോട്ട്? സുജയപാർവതി, 2021 അന്നത്തെ MLA പ്രദീപ് കുമാർ പ്രാദേശിക വികസന ഫണ്ട് നൽകുന്നത്. കുറച്ച് വൈകിയാണെങ്കിലും 2022 നിർമ്മാണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഈ കാണുന്ന രീതിയിലേക്ക് അമ്മത്തൊട്ടിൽ നിർമ്മാണം എത്തിയിരിക്കുകയാണ്. ക്യാമറ കുറച്ചുകൂടി വൈഡ് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഒരു വീടിൻ്റെ രൂപത്തിലാണ് വളരെ മനോഹരമായ ഒരു കെട്ടിടം ഇവിടെ നിർമ്മിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു വീട് പെട്ടെന്ന് നോക്കിയാൽ ഒരു വീടാണെന്ന് തോന്നും. അമ്മത്തൊട്ടിലൊക്കെ തന്നെ മനോഹരമായി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കെട്ടിട നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രോണിക് അമ്മത്തൊട്ടിലാണ്. അതിൻ്റെ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയൊക്കെ തന്നെ ഒരുക്കേണ്ടതുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ, അതായത് എസ്റ്റിമേറ്റ് എടുത്ത അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ച് ധനകാര്യ വകുപ്പിൻ്റെ കയ്യിൽ ഫയൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ നടപടിക്രമം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. അങ്ങനെ നടപടിക്രമങ്ങൾ നീണ്ടുപോയെന്നാണ് ഇവിടുന്ന് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും വളരെ വേഗം തന്നെ വരും മാസങ്ങളിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അമ്മത്തൊട്ടിൽ പ്രവർത്തന സജ്ജമാക്കാൻ കഴിയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 2 വാതിലുണ്ട്. മുൻവശത്തൂടെ കയറാനുള്ള വഴിയുണ്ട്, പുറകുവശത്തൂടെയും കയറാനുള്ള വഴിയുണ്ട്. മറ്റ് ബ്യൂറോകളിൽ നിന്ന് പറഞ്ഞതുപോലെ തന്നെ അതേ പ്രവർത്തന കാര്യം തന്നെയാണ് ഇവിടെയുള്ളത്. കുഞ്ഞിനെ ഇവിടെ തൊട്ടിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇതേ ആശുപത്രിയിൽ തന്നെയുള്ള നവജാത ശിശുവിൻ്റെ ICUവിലേക്ക് സൈറൺ മുഴുകുകയും അവിടെ നിന്ന് നഴ്സുമാരെത്തി കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ അമ്മത്തൊട്ടിൽ ഇല്ല എന്ന് കരുതിക്കൊണ്ട് കുഞ്ഞിനെ വഴിയരിയിൽ തന്നെ ഉപേക്ഷിക്കാൻ പോകരുത്. കുറച്ച് വർഷം മുൻപ് രാമനാട്ടുകരയിൽ വഴിയരിയിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച നില കണ്ടെത്തിയിരുന്നു. അതിനു മുൻപ് പള്ളിമുറ്റത്തൊക്കെ തന്നെ കുഞ്ഞിനെ ഉപേക്ഷിച്ച ഒരു വാർത്തയും കോഴിക്കോട് നിന്ന് വന്നിരുന്നു. കാരണം CWC പോലുള്ള സംവിധാനങ്ങൾ നമ്മുടെ ജില്ലയിലുണ്ട്. അവിടെ അറിയിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ CWC ഏറ്റെടുത്ത് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് അമ്മത്തൊട്ടിൽ ഇല്ല എന്ന് കരുതിക്കൊണ്ട് മറ്റ് മാർഗങ്ങൾ ആരും സ്വീകരിക്കരുത് എന്ന് മാത്രം പറയുകയാണ്. ഓക്കെ, താങ്ക് യു സിനോജ്. അത് നല്ല ഒരു മുന്നറിയിപ്പാണ്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും കളയുക, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ചുറ്റുമെന്ന് ഒരു നിമിഷം ആ കുഞ്ഞിനെ കളയുന്നതിന് മുൻപ്, ആ സൈറൺ മുഴങ്ങുന്നതിനൊപ്പം നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണോ, നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ എന്നുള്ളതാണ്. അത് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ്.